പ്രിയദർശിനിയുടെ ഗൃഹനില അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ പായസാഭിഷേകത്തിൽ ഇപ്പോൾ ഒതുങ്ങിയത്. വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് അങ്കണവാടികളിൽ ബിർനാണി വേണമെന്നാവശ്യപ്പെട്ട് വൈറലായ കുഞ്ഞിനെ കുറിച്ച് നടത്തിയ പ്രതികരണം ട്രോളായി മാറിയതോടെയാണ് മന്ത്രിയുടെ കഷ്ടകാലം തുടങ്ങിയത്. ആ കുട്ടി മഹിളാ കോൺഗ്രസ് നേതാവ് രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണെന്നാണ് മന്ത്രി അവകാശപ്പെട്ടത്. എന്നാൽ ആ അവകാശവാദം തള്ളി കുട്ടി തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടു. ഇതോടെ മന്ത്രി നാണം കെട്ടു. ഇതിനെ തുടർന്നുള്ള കളിയാക്കലുകളും ട്രോളുകൾക്കും തൊട്ടു പിന്നാലെയാണ് വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിക്കാൻ അവർ തീരുമാനിച്ചത്. എന്നാൽ ഈ സന്ദർശനം രാഷ്ട്രീയമായി അവർക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ് ചെയ്തത്. സ്വന്തം മുന്നണിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് ഈ കൂടിക്കാഴ്ചയെ തുടർന്ന് അവർക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. അടുത്ത പ്രശ്നം ഉയർന്നു വന്നു. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ BJP പ്രവർത്തകനെ നിയമിച്ചെന്നും പറഞ്ഞാണ് അടുത്ത പ്രശ്നമുണ്ടായത്. അതും ചെറുതല്ലാത്ത ക്ഷീണമുണ്ടാക്കി. ഈ വിവാദങ്ങളുടെ ചൂടാറും മുൻപാണ് ഇന്ന് നടന്ന പ്രിയദർശിനി സൗജന്യ യാത്രയുടെ കൊല്ലത്തെ ജില്ലാതല ഉദ്ഘാടനത്തിനിടെ അപ്രതീക്ഷിതമായ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന മന്ത്രിയുടെ തലയിലേക്ക് ചൂട് പായസം വീണു. ബസ്സിൽ നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നതിനിടെ കൈതട്ടി പായസം മന്ത്രിയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. ഉടനെ മന്ത്രി ചാടിയണീറ്റ് ദേഷ്യപ്പെടുന്നതും കാണാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. चार